കളങ്കാവിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ തൂക്കിയടി തുടരുകയാണ്. ആദ്യ 2 ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് മൂന്നാം ദിനം നമുക്ക് കാണാൻ കഴിയുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഭ്രമയുഗത്തിൻ്റെ റെക്കോർഡ് തകർക്കുമോ എന്നുള്ള ചോദ്യമാണ്. ആദ്യ ദിനത്തിൽ 1 കോടിയോളമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയെങ്കിൽ 2 ദിനങ്ങൾ കൊണ്ട് നേടിയത് 2,48,00,000-ഓളം. മൂന്നാം ദിവസമായ ഇന്നുകൊണ്ട് 4.5 കോടി 4.5 കോടിക്ക് മുകളിലേക്ക് വരും. അതായത് ഇന്ന് 2 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് എത്താനുള്ള ചാൻസുകളുമുണ്ട്. 5 ടച്ച് ചെയ്താലും ഞെട്ടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഭ്രമയോഗമാണ് 8 കോടി. അതിൻ്റെ ആ ഒരു കളക്ഷൻ കവർ ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും എക്സ്ട്രാ ഓർഡിനറി ഹെവി പോസിറ്റീവുമാണ്. അതെ, ഈ കയ്യിലിരുന്ന് കത്തുന്ന തീ പോലെ അല്ലെങ്കിൽ സിഗരറ്റ് പോലെ ആളിക്കത്തുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും മമ്മൂട്ടി ഗംഭീര പ്രകടനം അത് തന്നെ ഇന്ത്യൻ സിനിമയിൽ ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ ഇക്കുറി നാഷണൽ അവാർഡിൻ്റെ കാര്യത്തിലും ഇതേപോലെയുള്ള ആ ഒരു തീ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയണം. ധൈര്യം വേണം നാഷണൽ അവാർഡ് കൊടുക്കണമെങ്കിൽ. കാരണം മികച്ച പ്രകടനം മനസ്സറിഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് വേറെ ഒന്നും തടസ്സമാകാതെ ചങ്കുറപ്പോടെ കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ തീ ആയി മമ്മൂട്ടി എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഒരു കുഞ്ഞൻ വീഡിയോ ആണ്, സപ്പോർട്ട് വേണം.